ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയുടെ ഡിസൈനിങ് ആണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് റെഡും ലൈറ്റ് ഗ്രീൻ കളറുള്ള സിൽക്ക് ത്രെഡ്, പിന്നെ ഇതാണെങ്കിൽ റെയിൻബോ കട്ട് ബീഡ്സ് ആണ്, പിന്നെ അതുപോലെ ഗോൾഡൻ സീക്വൻസ്. അപ്പോൾ ഇത്രയും മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ കുർത്തി ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇതേപോലെ ഒന്ന് നെക്ക് ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഷോൾഡറിൻ്റെ ഈ ഒരു പോർഷനിൽ നിന്ന് താഴേക്കൊരു 13.5 അല്ലെങ്കിൽ 14 ഇഞ്ചസ് എടുക്കുക. പിന്നെ നമ്മുടെ ഈ നെക്ക് വരയ്ക്കുമ്പോണ്ടല്ലോ, ഇവിടുന്ന് വന്നിട്ട് ഇങ്ങോട്ട് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് താഴേക്ക് സ്ട്രെയിറ്റ് ലൈൻ വരണം. എന്നിട്ട് ഈ ഒരു പോർഷനിലാണ് കേട്ടോ നമ്മുടെ വർക്ക് വരുന്നത്. എന്നിട്ട് ഇനി ഈ ഒരു കോർണറിൽ കുറച്ച് റൗണ്ട്സ് വരയ്ക്കുക. പിന്നെ വലുതും ചെറുതുമായിട്ടുള്ള കുറച്ച് ലൈൻസും കൂടെ വരച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഒരു സൈഡിലും വരയ്ക്കുക. പിന്നെ ഷോൾഡറിലും ഈ സെയിം ഡിസൈൻ തന്നെ വരും. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കുറച്ച് സ്പേസ് ഉണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ ബീഡും സീക്വൻസും വെച്ചിട്ടാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ നെക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചിട്ടുണ്ട്. എന്നിട്ട് താഴേക്ക് സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. ഇവിടെയും ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് റൗണ്ട്സ് വരയ്ക്കുകയാണ്. അപ്പോൾ ആദ്യം ഈ കോർണറിൽ ഞാനൊരു ചെറിയ റൗണ്ട് വരയ്ക്കുകയാണ്. ഇനി അതിൻ്റെ ഇപ്പുറത്തുമായിട്ട് 2 റൗണ്ട്സ് ഇതുപോലെ ഒന്ന് വരയ്ക്കുക. പിന്നെ ഒരു റോയും കൂടെ ഞാൻ ഇതേപോലെ തന്നെ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ 3 റോ ആണ് കേട്ടോ റൗണ്ട്സ് വെച്ചിട്ട് വരുന്നത്. ഇനി നമ്മളിതുപോലെ സ്ട്രെയിറ്റ് ലൈൻസ് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതിനകത്ത് വലുതും ചെറുതുമായിട്ടുള്ള ലൈൻസാണ് വരയ്ക്കേണ്ടത്. അപ്പം ഇത്ര സൈസ് അങ്ങനെയൊന്നുമില്ല, വലുത് ചെറുത് അങ്ങനെ നമുക്ക് ആ ഒരു ഭംഗി വരുന്നത് എങ്ങനെയാണ് അതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. ആദ്യം നമുക്ക് ഫ്ലവർ വർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ റെഡ് കളറുള്ള സിൽക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട്. അത് 4 സ്റ്റാൻഡ്സ് എടുത്തിട്ട് 2ആയിട്ട് മടക്കി അത് 8 സ്റ്റാൻഡ്സ് ആക്കി. എന്നിട്ട് അതൊന്ന് നോട്ടിങ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ നീഡിലിൻ്റെ ഇവിടെ ടിപ്പിൽ പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അത് നമുക്കൊരു സിംഗിൾ സ്റ്റാൻഡ്സ് ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ റിംഗ് നോട്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതുപോലെ ഒറ്റ സ്റ്റാൻഡ്സ് ആക്കുവാണെങ്കിലാണ് നമ്മുടെ ഫ്ലവർ ചെയ്യുമ്പോൾ ഭംഗി ഉണ്ടാകുക. അപ്പോൾ ഞാൻ നീഡിൽ ഇതുപോലെ എടുത്ത് 2 തവണ ചുറ്റിയിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് പിടിച്ചിട്ടാണ് താഴേക്ക് വരയ്ക്കുന്നത്. അപ്പോൾ നമുക്കൊരു റിംഗ് നോട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേപോലെ ആ പെറ്റൽ ആ റൗണ്ടിന് ചുറ്റുമായിട്ട് നമുക്ക് റിംഗ് നോട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ റെഡ് കളറുള്ള ഒരു ഫ്ലവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ലൈറ്റ് ഗ്രീൻ കളറുള്ള ത്രെഡും കൂടി എടുക്കുകയാണ്. അപ്പോൾ അത് വെച്ചിട്ടും ഫ്ലവർ ചെയ്യുകയാണ്. അപ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ട് ചെയ്യുക കേട്ടോ. റെഡ് ചെയ്യുക, ഒരു റെഡ് ഒരു ഗ്രീന്, അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കണം. ഇനി ഈ ലൈൻസിൽ നമ്മൾ ബീഡ് വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരോ റെയിൻബോ കട്ട് ബീഡ്സ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്. ഇനി ഇതിൻ്റെ അറ്റത്തെത്തുമ്പോഴത്തേക്കും നമ്മൾ ഇതേപോലെ നീഡിലൊന്ന് എടുത്തിട്ട് ലാസ്റ്റ് ബീഡിൻ്റെ ഉള്ളിലൂടെ നീഡിലൊന്ന് കടത്തി എടുക്കുവാണ്. എന്നിട്ട് നമുക്ക് അവിടെ ഒരു സീക്വൻസും കൂടെ വെച്ച് കൊടുക്കാം. ഗോൾഡൻ കളറുള്ള സീക്വൻസ് ഇല്ലേ, അതും കൂടെ ഒന്ന് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം.
ഈ ഫ്ലവേഴ്സിൻ്റെ നടുക്കൊക്കെ കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അവിടെ നമുക്ക് ചില ഫ്ലവേഴ്സിൻ്റെ ഉള്ളിൽ സീക്വൻസും ചില ഫ്ലവേഴ്സിൻ്റെ ഉള്ളിൽ ഗോൾഡൻ ബീഡും കൂടെ വെച്ച് കൊടുക്കാം. ഇനി ഈ ഫ്ലവേഴ്സിൻ്റെ ഇടയ്ക്കൊക്കെ കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അവിടെ എല്ലാം നമ്മൾ ഈ കട്ട് ബീഡ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കുക കേട്ടോ. ഒട്ടും സ്പേസ് ഇടാതെ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തെടുക്കണം. ബീഡ്സ് നമ്മൾ വെച്ച് കഴിയുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇത് നോക്കിക്കേ, കംപ്ലീറ്റ് ആയിട്ട് തിക്കായിട്ട് തന്നെ നമ്മളിവിടെ ബീഡ് വെച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലും ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇടയ്ക്കിടയ്ക്ക് സീക്വൻസും ഇടയ്ക്കിടയ്ക്ക് ഗോൾഡൻ ബീഡ്സും ആണ് കേട്ടോ ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു പോർഷനിൽ കുറച്ച് സ്പേസ് വന്നിട്ടുണ്ടല്ലോ, അവിടെ നമുക്ക് ബീഡ്സും സീക്വൻസും കൂടെ സ്കാറ്റർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഒത്തിരി അടുപ്പിച്ചൊന്നും വെക്കേണ്ട കേട്ടോ, കുറച്ച് അകത്തി വെച്ചാൽ മതി. അപ്പോൾ ഞാൻ അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകുമ്പം ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ എല്ലാവരും ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കുക, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.